2018 പുറത്തിറങ്ങിയ മനോഹരമായ ഒരു സിനിമയാണ് ദി ക്രിസ്മസ് ക്രോണിക്കിൾസ്. അമേരിക്കയിലെ എല്ലാ കുട്ടികൾക്കും സർപ്രൈസ് ആയിക്കൊണ്ട് ക്രിസ്മസിന് ഗിഫ്റ്റുകൾ കിട്ടാറുണ്ടായിരുന്നു. ആ ഒരു ഗിഫ്റ്റ് കൊണ്ടുവെക്കുന്നത് സാന്റാക്ലോസ് ആണെന്നാണ് ചെറിയ ചെറിയ കുട്ടികൾ വിശ്വസിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ സാന്റാക്ലോസ് ശരിക്കും ഉണ്ടെന്ന് വിശ്വസിച്ചിരുന്ന കേറ്റ് എന്ന ഒരു കുട്ടി അവളുടെ വീട്ടിൽ സാന്റാക്ലോസ് ഗിഫ്റ്റ് വെക്കാൻ വരുന്നുണ്ടോ എന്ന് മനസ്സിലാവാൻ വേണ്ടി ട്രാപ്പ് സെറ്റ് ചെയ്യുന്നതും പിന്നീട് നടക്കുന്ന കഥയുമാണ് ഈ സിനിമയിൽ കാണിക്കുന്നത്. അപ്പോ സിനിമയിലേക്ക് പോകുന്നതിന് മുന്നേ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. സിനിമയുടെ തുടക്കത്തിൽ കാണിക്കുന്നത് ഒരു കുടുംബം സന്തോഷത്തിൽ വർഷാവർഷങ്ങളിൽ ക്രിസ്മസ് ആഘോഷിക്കുന്നതാണ്. അവർ എല്ലാ ക്രിസ്മസിനും ഓരോ വീഡിയോ എടുത്തു വെക്കും. അങ്ങനെ ഒരുപാട് വർഷം ക്രിസ്മസ് ആഘോഷിക്കുകയും പിള്ളേരൊക്കെ വലുതാവുകയും ചെയ്യുന്നു. അങ്ങനെ വലുതായ കേറ്റ് എന്ന പെൺകുട്ടി ആ വീഡിയോസ് ഒക്കെ കണ്ട് സന്തോഷിക്കുകയും അവൾ പുതിയൊരു കാസറ്റും എടുത്ത് സാന്റാക്ലോസിന് അയച്ചു കൊടുക്കാൻ വേണ്ടിയുള്ള വീഡിയോ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി മുകളിലേക്ക് പോകുന്നു. ഹലോ സാന്റാക്ലോസ്, ഇത് കേറ്റ് ആണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവൾ അവളെ പറ്റിയൊക്കെ പറയുകയും എനിക്ക് ഇത്തവണ ഗിഫ്റ്റ് വേണ്ടത് ഒരു സ്കേറ്റ് ബോർഡ് ആണ് എന്നും പറയുന്നു. എന്നാൽ ഇതൊക്കെ അവളുടെ ചേട്ടനായ ടെഡി കാണുകയും അവളെ ഒരു ഷൂസ് ഒക്കെ വെച്ച് എറിഞ്ഞ് അവളുടെ ക്യാമറയും അങ്ങ് എടുക്കുകയും ഇത് 20 വർഷം മുന്നേയുള്ള ക്യാമറ അല്ലേന്നും പറഞ്ഞതും അത് അച്ഛന്റെ ആടാ, അതെനിക്ക് താന്നും അവൾ പറയുന്നു. എന്നാൽ അവനാണെങ്കിൽ നീ ഇപ്പോഴും സാന്റാക്ലോസിന് അയച്ചു കൊടുക്കാൻ വേണ്ടി വീഡിയോ എടുക്കുവാണോ? നിനക്ക് 11 വയസ്സാവാൻ പോവുകയാണ്, പിന്നെ സാന്റാക്ലോസ് ഈ വീഡിയോ ഒന്നും കാണത്തില്ല എന്ന് അവൻ പറഞ്ഞ് അവിടെ നിന്നും പോവാൻ നോക്കിയതും നീ എവിടേക്കാ പോകുന്നതെന്ന് കേറ്റ് ചോദിച്ചത് കേട്ട് ഞാൻ എന്റെ ഫ്രണ്ട്സിന്റെ ഒപ്പം പോവുകയാണ് എന്നും അവൻ പറയുന്നു. എന്നാൽ അവനാണെങ്കിൽ ഞാനിവിടെ ഒറ്റക്കാണ്, അതുകൊണ്ട് നീ എന്നെയും കൂടെ കൂട്ടണമെന്ന് പറഞ്ഞ് കൂടെ പോവാൻ നിൽക്കുന്നത് കണ്ട് അവൻ അവളുടെ ഫിഷ് ടാങ്കിലേക്ക് മുഴുവൻ ഫുഡും എടുത്തങ്ങ് തട്ടുകയും അവിടെ നിന്നും പൊക്കളയുകയും ചെയ്യുന്നു. ഇതോടെ അവൾ പെട്ടെന്ന് തന്നെ അതൊക്കെ ശരിയാക്കിയതിനു ശേഷം ടെഡി കാണാതെ ക്യാമറയും എടുത്ത് അവന്റെ പുറകെ തന്നെ പോകുന്നു. ടെഡി ആണെങ്കിൽ അവന്റെ കുറച്ച് കൂട്ടുകാരോടൊപ്പം നടന്ന് പോകുന്നത് കണ്ട് അവളും പുറകെ തന്നെ പോവുകയും വീഡിയോ എടുക്കുകയും ചെയ്യുന്നു. നോക്കുമ്പോ ടെഡിയും അവന്റെ കൂട്ടുകാരും ചേർന്ന് അവിടെയുള്ള ഒരു കാറ് മോഷ്ടിക്കുകയും അതുമെടുത്ത് എങ്ങോട്ടോ പൊക്കളയുകയും ചെയ്യുന്നു. അവളാണെങ്കിൽ വീഡിയോ എടുത്തുകൊണ്ട് വീട്ടിലേക്ക് പോകുന്നു. ശേഷം കാണിക്കുന്നത് രാത്രി വീട്ടിലേക്ക് തിരിച്ചെത്തുന്ന ടെഡിയെയാണ്. അവനങ്ങനെ അവന്റെ റൂമിലേക്ക് പോയതും കേറ്റ് അവിടെ ഇരിക്കുന്നത് കണ്ട് എന്റെ റൂമിൽ നിന്നും ഇറങ്ങിപ്പോടി എന്നും പറയുന്നു. പക്ഷേ അവളാണെങ്കിൽ നീയും നിന്റെ കൂട്ടുകാരും കാറ് മോഷ്ടിക്കുന്നത് ഞാൻ കണ്ടുവെന്ന് അവൾ പറഞ്ഞതും നീ എന്തൊക്കെയാണ് പറയുന്നതെന്ന് അവൻ ചോദിക്കുകയും ഞാൻ അങ്ങനെയൊന്നും ചെയ്യത്തില്ല എന്നും അവൻ പറയുന്നു. എന്നാൽ കേറ്റ് അവളുടെ കയ്യിലെ കാസറ്റ് എടുത്ത് കാണിക്കുകയും എന്റെ പ്രൂഫ് ഉണ്ടെന്നും പറയുന്നു. അവനാണെങ്കിൽ അതിങ്ങി തരാൻ പറഞ്ഞതും ഇതെങ്ങാനും അമ്മ കണ്ട അമ്മ തന്നെ നിന്നെ പോലീസിൽ ഏൽപ്പിച്ചോളുമെന്ന് അവൾ പറയുന്നത് കേട്ട് ടെഡി അവളുടെ കയ്യിൽ നിന്നും ആ കാസറ്റ് മേടിക്കാൻ വേണ്ടി പുറകെ തന്നെ ഓടുകയാണ്. അങ്ങനെ വീടിന്റെ താഴേക്കെത്തിയതും അവർ തമ്മിൽ കാസറ്റിന് അടിയുണ്ടാവുമ്പോ അവരുടെ ഫാമിലി ഫോട്ടോയൊക്കെ വീണ് പൊളിഞ്ഞു പോകുന്നുണ്ട്. എന്നാൽ അതൊന്നും കാര്യമാക്കാതെ വീണ്ടും അവർ തമ്മിൽ അടികൂടുമ്പോ അമ്മ അങ്ങോട്ടേക്ക് എത്തുകയും നിങ്ങളെന്തുവാ ചെയ്യുന്നെന്ന് പറഞ്ഞ് രണ്ടുപേരെയും വഴക്ക് പറഞ്ഞതും അവളാ ഇതൊക്കെ തുടങ്ങിയ അമ്മ എന്ന് ടെഡിയും പറയുന്നു. ഇത് കേട്ട കേറ്റ് ആണെങ്കിൽ അമ്മേ അവൻ വലിയൊരു തെറ്റ് ചെയ്തിട്ടുണ്ട്, അതിനെന്റെ തെളിവുമുണ്ടെന്ന് അവൾ പറഞ്ഞതും അവൻ എന്താ ചെയ്തതെന്ന് അമ്മ ചോദിക്കുന്നു. ഇതോടെ അവൾ കാസറ്റിന്റെ കാര്യം മറച്ചു വെക്കുകയും ഇത് കണ്ട അമ്മക്ക് വലിയ വിഷമാവെന്ന് കരുതി നമ്മുടെ ഫാമിലി ഫോട്ടോ അവൻ പൊട്ടിച്ചു എന്നും പറയുന്നു. ഇതോടെ അമ്മയാണെങ്കിൽ ഇനി ഇങ്ങനെതും ചെയ്യരുതെന്ന് പറയുകയും ടെഡി നീ അവളുടെ ചേട്ടനല്ലേ, അതുകൊണ്ട് ഇവിടെ അടികൂടി നശിപ്പിച്ചതൊക്കെ റെഡിയാക്കാൻ പറയുകയും അച്ഛനുള്ളപ്പോൾ എവിടെയൊക്കെ ഡെക്കറേഷൻ ചെയ്തത് കാണാറില്ലേ അതുപോലെ ചെയ്യുമെന്നും പറയുന്നു. ഇതുവരെ അവർ അച്ഛനില്ലാതെ ക്രിസ്മസ് ആഘോഷിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ അച്ഛനില്ല എന്ന് ഓർക്കുമ്പോൾ അവർക്ക് വലിയ സങ്കടമാകുന്നുണ്ട്. പുറത്തൊക്കെ ആണെങ്കിൽ എല്ലാ വീടും ക്രിസ്മസിന് വേണ്ടി നല്ലപോലെ ഡെക്കറേഷൻ ചെയ്തിരിക്കുകയാണ്. പക്ഷേ അവരുടെ വീട് മാത്രം ഒന്നും ചെയ്തിട്ടില്ല. എന്നാലും അവരെ ഒന്ന് ഹാപ്പിയാക്കാൻ വേണ്ടി അമ്മ അവരോടൊപ്പം ചേർന്ന് കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ പെട്ടെന്നൊരു ഫോൺ കോള് വരികയും ഹോസ്പിറ്റലിലേക്ക് അർജന്റായിട്ട് വരണമെന്ന് പറയുന്നത് കേട്ട് അരമണിക്കൂറിനുള്ളിൽ എത്തിക്കോളാമെന്നും പറയുന്നു. ഇത് കേട്ട കേറ്റ് ആണെങ്കിൽ അമ്മ പോവാണോ എന്ന് ചോദിച്ചതും അമ്മക്ക് വേറെ വഴിയില്ല മുത്തേ, അതുകൊണ്ട് പോവാണെന്ന് പറയുന്നു. പക്ഷേ കേറ്റ് ഇന്ന് ക്രിസ്മസ് രാത്രിയല്ലേ, ഇന്നെങ്കിലും എന്റെ കൂടെ നിന്നൂടെ എന്ന് ചോദിക്കുമെങ്കിലും എനിക്ക് വേറെ വഴിയില്ല മോളെ എന്ന് പറഞ്ഞ് പോവാൻ നോക്കുകയാണ്. അപ്പോഴാണ് ടെഡി പുറത്തേക്ക് പോവാൻ നോക്കുന്നത് അമ്മ കാണുന്നത്. ഇത് കണ്ട അമ്മയാണെങ്കിൽ നീ എവിടെടാ പോകുന്നതെന്ന് ചോദിച്ചതും ഞാൻ എന്റെ ഫ്രണ്ട്സിന്റെ ഒപ്പം കെരോളിന് പോവുകയാണ് എന്നും പറഞ്ഞതും എടാ നിനക്കിന്ന് എവിടെയും പോകാൻ പറ്റില്ല, കാരണം എനിക്കിപ്പോ അർജന്റായിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകണം. അപ്പോ കേറ്റ് ഇവിടെ ഒറ്റക്കാണ്, അതുകൊണ്ട് നീ ഇവിടെ നിൽക്കണമെന്ന് പറയുമെങ്കിലും ടെഡി അതിന് കൂട്ടാക്കാത്തത് കണ്ട് നീ എങ്ങാനും ഇവളെ ഇവിടെ തനിച്ചാക്കി പോയാ നിന്നെ വീട്ടിലേക്ക് തന്നെ കയറ്റില്ല എന്ന് അമ്മ പറഞ്ഞത് കേട്ട് ടെഡി വീട്ടിൽ തന്നെ ഇരിക്കുകയും അമ്മ രണ്ടുപേർക്കും മുത്തവും കൊടുത്ത് ഹോസ്പിറ്റലിലേക്ക് പോവുകയും ചെയ്യുന്നു. അമ്മ പോയെന്ന് കണ്ട കേറ്റ് ആണെങ്കിൽ
നമുക്ക് ഒരുമിച്ച് ഒരു സിനിമ കണ്ടാലോ എന്ന് ടെഡിയോട് ചോദിക്കുമെങ്കിലും ഞാൻ എന്റെ റൂമിലേക്ക് പോവുകയാണെന്നും പറയുന്നു. ഇത് കണ്ട അവളാണേൽ എടാ ഇത് ക്രിസ്മസ് രാത്രിയാണ്, നമുക്ക് ഒരുമിച്ചിരുന്ന് സിനിമ കാണാടാ ടെഡി ബിയറെ എന്ന് വിളിച്ചതും എന്നെ നീ അങ്ങനെ വിളിക്കരുതെന്ന് അവൻ പറയുന്നു. അച്ഛനുള്ളപ്പോൾ ഞാൻ നിന്നെ ടെഡി ബിയർ എന്ന് വിളിക്കുമ്പോ നീ അത് കേട്ട് ചിരിക്കാറുണ്ടായിരുന്നു, അതുപോലെ നീ എന്നെ കേറ്റുമെന്നായിരുന്നു വിളിച്ചത്. പക്ഷെ അച്ഛൻ മരിച്ചതിന് ശേഷം നീ എന്നോടൊന്നും മിണ്ടാറ് പോലുമില്ല, നിനക്കിപ്പോ നിന്റെ പുറത്തുള്ള ഫ്രണ്ട്സിനെ മാത്രം മതിയെന്ന് അവൾ അവനോട് പറഞ്ഞതും ആടി എനിക്ക് അവരെ മാത്രം മതി, നിന്റോടൊന്നും മിണ്ടാൻ എന്നെ കിട്ടത്തില്ല എന്ന് പറഞ്ഞ് ടെഡി അവന്റെ റൂമിലേക്ക് പോകുന്നു. നമ്മുടെ കൊച്ചു കേറ്റിനാണെങ്കിൽ ഇതൊക്കെ കേട്ട് നല്ല വിഷമമാവുന്നുണ്ട്. അങ്ങനെ അവളാണെങ്കിൽ അവളുടെ വിഷമമൊക്കെ മാറാൻ വേണ്ടി വീണ്ടും അവളുടെ അച്ഛൻ റെക്കോർഡ് ചെയ്ത് വെച്ച കഴിഞ്ഞ വർഷത്തെ ക്രിസ്മസ് വീഡിയോ എടുത്ത് കാണുന്നു. എന്നാൽ ആ ഒരു വീഡിയോ മാത്രം അവളുടെ അച്ഛൻ ഓഫാക്കാൻ മറന്നുപോയായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാരും ഉറങ്ങിയ സമയത്ത് ഒരു കൈ വന്ന് അവിടെ ഗിഫ്റ്റ് വെക്കുന്നതായി അവൾ ആ വീഡിയോയിൽ കാണുകയും അവൾ ഒച്ചത്തിൽ ടെഡിയെ വിളിച്ച് അത് കാണിക്കുകയും ചെയ്യും. ഇത് കണ്ടിട്ട് നിനക്കെന്താ തോന്നുന്നതെന്ന് കേറ്റ് അവനോട് ചോദിച്ചതും എനിക്ക് തോന്നുന്നത് നമ്മുടെ ആന്റി പെഗ്ഗി ആണെന്നാണ്. എടാ ഇത് പെഗ്ഗി ഒന്നുമില്ല, ആന്റി പെഗ്ഗി ഇങ്ങനെ ക്രിസ്മസ് സ്വെറ്റർ ഒന്നും ഇടാറില്ല എന്ന് കേറ്റ് പറയുകയും ഇട്ടാ തന്നെ രാത്രിയൊക്കെ അവർക്ക് പേടിയാണ്, എനിക്ക് തോന്നുന്നത് ഇത് സാന്റാക്ലോസ് ആണെന്നാണ്. അതുകൊണ്ട് നമുക്ക് ഇന്ന് രാത്രി ഉറങ്ങാതെ നിന്ന് സാന്റാക്ലോസിന്റെ വീഡിയോ എടുത്താലോ എന്ന് കേറ്റ് അവനോട് ചോദിച്ചത് കേട്ട് എടി ഇങ്ങനെ ഉറങ്ങാതെ നിന്ന് സാന്റാക്ലോസിനെ വീഡിയോ പിടിക്കാൻ പറ്റുമെങ്കിൽ എല്ലാവരും അങ്ങനെ ചെയ്തിരുന്നേനെ എന്ന് ടെഡി പറയുകയും അവന്റെ റൂമിലേക്ക് പോകാൻ നോക്കുകയും ചെയ്യുന്നു. എന്നാൽ അവളാണെങ്കിൽ അവന്റെ പുറകെ തന്നെ നടന്ന് കൂടെ നിൽക്കാൻ പറയുകയും നീ കൂടെ നിന്ന നിന്റെ വീഡിയോ എടുത്ത കാസറ്റ് ഞാൻ നിനക്ക് തരാമെന്നും പറയുന്നു. ഇതോടെ ഇത് കേട്ടതും ടെഡി അതിന് സമ്മതിക്കുകയും അവര് സാന്റാക്ലോസ് അവിടേക്ക് വരുന്നത് അറിയാൻ വേണ്ടി വീട്ടിലേക്ക് കയറാൻ പറ്റുന്ന എല്ലാ ഭാഗത്തും ട്രാപ്പ് സെറ്റ് ചെയ്യുകയും സാന്റാക്ലോസ് വന്നാൽ ഒരു മണി കുലുങ്ങുന്ന സെറ്റപ്പ് ആക്കുകയും ചെയ്യും. ശേഷം വീഡിയോയും ഓണാക്കി വെച്ച് ക്യാമറയും സെറ്റ് ചെയ്യുകയും അവര് ഉറങ്ങിപ്പോകാതിരിക്കാൻ ഒരുപാട് ഫുഡൊക്കെ എടുത്ത് രണ്ടുപേരും ഒന്നിച്ച് സാന്റാക്ലോസ് വരാൻ കാത്തിരിക്കുകയും സമയം മുന്നോട്ട് പോവുകയും ചെയ്യും. ഇപ്പോ രണ്ടുപേരും അറിയാതെ ഉറങ്ങിപ്പോയിരിക്കുകയാണ്. എന്നാൽ പെട്ടെന്ന് അവർ സെറ്റ് ചെയ്ത മണി കുലുങ്ങുകയും അത് കേട്ട് കേറ്റ് എഴുന്നേൽക്കുകയും ക്യാമറ നോക്കുകയും ചെയ്യുന്നു. നോക്കുമ്പോ സാന്റയുടെ ഷൂ കാണുകയും പെട്ടെന്ന് തിരിച്ചും പോകുന്നു. ഇത് കണ്ട കേറ്റ് ആണെങ്കിൽ ടെഡിയെ ചാവട്ടി വിളിക്കുകയും സാന്റ വന്നായിരുന്നു, പക്ഷെ പോയെന്നും പറയുന്നതിനിടെ വീടിന്റെ റൂഫിൽ നിന്നും ആരോ നടക്കുന്നതായി സൗണ്ട് കേൾക്കുകയും അവര് രണ്ടുപേരും സാന്റാക്ലോസിനെ നോക്കാൻ വേണ്ടി പുറത്തേക്ക് ഓടിയതും സാന്റാക്ലോസ് ഓരോ വീട്ടിലായി ഗിഫ്റ്റ് ഇട്ട് പോകുന്നത് അവർ വീഡിയോയിൽ എടുക്കുകയും സാന്റാക്ലോസിനെ കുറച്ചുകൂടെ അടുത്തു നിന്ന് കാണാമെന്നും പറഞ്ഞ് അങ്ങോട്ടേക്ക് ഓടുകയാണ്. എന്നാൽ റോട്ടിലെത്തിയ അവരാണെങ്കിൽ ഞെട്ടിപ്പോകുന്നു, കാരണം സാന്റയുടെ പറക്കുന്ന വണ്ടി അവിടെ വായുവിൽ നിർത്തിയിട്ടിരിക്കുന്നു. ഇത് കണ്ട രണ്ടുപേരും വിശ്വസിക്കാൻ കഴിയാതെ വീഡിയോ എടുക്കുകയും അതിനിടെ കേറ്റ് ആണെങ്കിൽ ഓടി പോകുന്നത് കണ്ട് പുറകെ തന്നെ ടെഡിയും പോവുകയും കേറ്റ് പോസ്റ്റ് ഒക്കെ വലിഞ്ഞു കയറുന്നത് കണ്ട് നീ എന്താ ചെയ്യുന്നതെന്ന് ടെഡി ചോദിച്ചതും എടാ വണ്ടിയിൽ കയറിയ സാന്റാക്ലോസിനെ അടുത്തു നിന്നും കാണാമെന്ന് കേറ്റ് പറഞ്ഞതും എടി സൂക്ഷിക്കണം, നിനക്കെന്തേലും പറ്റിയ അമ്മ എന്നെ കൊല്ലുമെന്നും പറയുന്നു. അപ്പോഴേക്കും കേറ്റ് ആണെങ്കിൽ വണ്ടി നീങ്ങുന്നത് കണ്ട് അതിലേക്ക് എടുത്തു ചാടുന്നു. ഇത് കണ്ട ടെഡി ആണെങ്കിൽ അവളെ ഒറ്റയ്ക്ക് വിടാൻ പറ്റാത്തോണ്ട് അവനും ചാടി പിടിച്ചതും കേറ്റ് അവനെ വണ്ടിയിലേക്ക് പിടിച്ച് കയറ്റിയതും നമുക്ക് താഴെ ഇറങ്ങാമെന്ന് ടെഡി പറയുമെങ്കിലും ഇന്ന് രാത്രി ഇതിൽ തന്നെ ഇരിക്കാമെന്നാണ് കേറ്റ് പറയുന്നത്. അതിനിടെ അവർ സാന്റയെ നോക്കിയതും സാന്റ അവരെ നോക്കുന്നത് പോലെ തോന്നി അവർ വീണ്ടും അവിടെ ഒളിച്ചിരിക്കുന്നു. ഇതോടെ കുറച്ചു സമയം കഴിഞ്ഞതും സാന്റ വണ്ടിയിൽ തന്നെ തിരിച്ചെത്തുകയും ഗിഫ്റ്റ് ഒക്കെ പുറകിലേക്ക് വെച്ച് വണ്ടി മുന്നോട്ടേക്ക് എടുക്കുകയും മുകളിലേക്ക് പൊക്കുകയും ചെയ്യുന്നു. വണ്ടി ഇപ്പോ കാത്തിച്ചുകൊണ്ട് ആകാശത്തിലൂടെ പൊക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരുപാട് മേലെ എത്തിയതും ടെഡി സാന്റ വണ്ടി ഓടിക്കുന്നതൊക്കെ വീഡിയോ എടുക്കാൻ തുടങ്ങുന്നു. ഇതിനിടെ കേറ്റിന് തണുത്ത് വിറക്കുകയും പുതച്ചിരിക്കാൻ പുതപ്പ് ഇട്ടുവെന്നും ടെഡിയോട് ചോദിക്കുന്നു. ഇതോടെ ടെഡി സാന്റയുടെ ഗിഫ്റ്റ് ഇടുന്ന ചാക്കിലേക്കൊക്കെ ബ്ലാങ്കറ്റ് വല്ലതും ഉണ്ടോ എന്ന് നോക്കുകയാണ്. എന്നാൽ കേറ്റ് ആണെങ്കിൽ പുതപ്പുണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടി സാന്റയെ വിളിച്ചതും സാന്റ അവരെ കണ്ട് പേടിച്ചങ്ങ് അലറുകയും ഇത് കണ്ട് അവരും പേടിച്ചു പോകുന്നു. ഈ സമയം വണ്ടിയുടെ കൺട്രോളൊക്കെ പോവുകയും കേറ്റ് വണ്ടിയിൽ നിന്നും താഴേക്ക് അങ്ങ് തെറിച്ചു പോവുകയും ചെയ്യുന്നു. ഇതോടെ ടെഡി അത് കണ്ട് അലറിയതും സാന്റ അത് കണ്ട് വണ്ടി താഴേക്ക് എടുക്കുകയും ഉറപ്പിച്ച് പോയി എങ്ങനെയൊക്കെയാ ടെഡി അവളെ വണ്ടിയിലേക്ക് കയറ്റിയതും സാന്റ എങ്ങനെയൊക്കെയോ വണ്ടി കൺട്രോൾ ചെയ്യാൻ നോക്കുന്നു. എന്നാൽ പെട്ടെന്ന് മുന്നിലൊരു വിമാനം വന്നതും സാന്റ വണ്ടി വെട്ടിച്ചങ്ങ് എടുക്കുന്നു. ഇതോടെ വണ്ടിയുടെ കൺട്രോള് വീണ്ടും പോയിരിക്കുകയാണ്. അതിനിടെ വണ്ടിയിലുള്ള സാധനങ്ങളൊക്കെ കുലുങ്ങി ഓരോ രാജ്യത്തേക്ക് പോകാനുള്ള പോർട്ടലൊക്കെ ഓപ്പൺ ആവുന്നുണ്ട്. അതിനിടെ സാന്റയുടെ തൊപ്പിയും തെറിച്ചു പോകുന്നുണ്ട്. പെട്ടെന്ന് പോർട്ടലൊക്കെ ക്ലോസ് ആയതും ഗിഫ്റ്റും അങ്ങ് തെറിച്ചു പോകുന്നു. ഈ സമയം മാനുകളുടെ കാര്യം കൂടി അങ്ങ് പൊട്ടിയതും മാനുകളൊക്കെ ചെതറി ഓടിക്കളയുന്നു. ഇതോടെ അവര് താഴേക്ക് വീണുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടെ രണ്ടുപേരും പിടിച്ചിരുന്നു എന്ന് സാന്റാക്ലോസ് വിളിച്ചു പറഞ്ഞതും ടെഡിയും കേറ്റും പിടിച്ചിരിക്കുന്നു. അങ്ങനെ സാന്റയാണെങ്കിൽ താഴേക്ക് എത്താൻ പോയതും വണ്ടിയുടെ ഒരു ചിറകിങ് ഓണാക്കുകയും വണ്ടി അവിടെ ഇവിടെയൊക്കെ ഇടിച്ചുകൊണ്ട് താഴേക്ക് ക്രാഷ് ലാൻഡിംഗ് ചെയ്യുകയും ചെയ്യും. നിലത്തേക്ക് വീണ കേറ്റ് ആണെങ്കിൽ എണീറ്റുകൊണ്ട് ടെഡിയെ വിളിക്കുകയും നിനക്കൊന്നും പറ്റിയില്ലല്ലോ എന്നും ചോദിക്കുന്നു. ശേഷം അവൾ ക്യാമറ നോക്കിയതും ഭാഗ്യത്തിന് അതിനൊന്നും പറ്റിയിട്ടില്ല. ഇതിനിടെ സാന്റാക്ലോസ് ടെഡിയുടെ അടുത്തേക്ക് വരുന്നത് കണ്ടതും കേറ്റ് അവനോട് തിരിഞ്ഞ് നോക്കാൻ പറയുകയും പെട്ടെന്ന് സാന്റാക്ലോസിനെ
കണ്ട് അവൻ ഞെട്ടിപ്പോവുകയും ചെയ്യും. കേറ്റ് ആണെങ്കിൽ അപ്പോ നിങ്ങളാണല്ലേ സാന്റാക്ലോസ് എന്ന് ചോദിച്ചതും അതേന്ന് പറയുകയും നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒന്നും പറ്റിയില്ലല്ലോ എന്നും ചോദിക്കുന്നു. ഞങ്ങൾക്കൊന്നും പറ്റിയിട്ടൊന്നുമില്ല, പക്ഷേ നിങ്ങളെ കാണാൻ എന്താ ഇങ്ങനെയെന്ന് ചോദിച്ചതും സത്യത്തിൽ ഞാനത്ര തടിയനൊന്നുമല്ല, എന്റെ രൂപം ഇങ്ങനെയാണെന്നും അയാൾ പറഞ്ഞുകൊണ്ട് വണ്ടി നോക്കിയതും വണ്ടിയിലുള്ള സാധനങ്ങളൊക്കെ പൊട്ടിപ്പോയിരിക്കുകയാണ്. ഇതോടെ സാന്റ ആകാശമൊക്കെ ഒന്ന് നോക്കിയതിനു ശേഷം നമ്മളിപ്പോ ചിക്കാഗോയിലാണ് ഉള്ളതെന്നും പറയുന്നു. ഇത് കേട്ട ടെഡി ആണെങ്കിൽ ചിക്കാഗോയിലേക്ക് ആയിരക്കണക്കിന് കിലോമീറ്റർ ഉണ്ട്, അത് നമ്മൾ ഒരു മിനിറ്റിനകം സഞ്ചരിച്ചു എന്ന് പറഞ്ഞ് അത്ഭുതപ്പെടുകയാണ്. അതിനിടെ സാന്റാക്ലോസ് ആണെങ്കിൽ സമയം നോക്കിയതും ക്രിസ്മസ് കഴിയാൻ ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് അതിനു മുന്നേ ഗിഫ്റ്റ് ലോകത്തുള്ള എല്ലാ പിള്ളേർക്കും കൊടുക്കണമെന്ന് പറഞ്ഞ് വണ്ടിയിൽ നിന്നും ഒരു ട്രാക്കിംഗ് ഡിവൈസ് എടുക്കുകയും രണ്ടുപേരോടും ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ് നേരത്തേക്കങ്ങ് ചാടിയതും ഒന്നും സംഭവിക്കുന്നില്ല. ഇതോടെ അയാളാണെങ്കിൽ എന്റെ മാജിക് തൊപ്പിയും എനിക്ക് നഷ്ടപ്പെട്ടു, അതുകൊണ്ട് എനിക്കെങ്ങോട്ടും സ്പീഡിൽ പോകാൻ പറ്റില്ല എന്നും പറയുന്നു. ഇത് കേട്ട കുട്ടികളാണെങ്കിൽ ഞങ്ങളും നിങ്ങളോടൊപ്പം വീണുപോയ സാധനങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ കൂടാമെന്ന് പറയുമെങ്കിലും ഇപ്പൊ തന്നെ നിങ്ങൾ കാരണം ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി, അതുകൊണ്ട് നിങ്ങൾ വീട്ടിൽ പോയി ഉറങ്ങിക്കോ എന്നും പറഞ്ഞ് സാന്റ അവിടെ നിന്നും നടക്കാൻ തുടങ്ങുന്നു. എന്നാൽ കേറ്റ് ആണെങ്കിൽ നമ്മളാണ് ഈ ക്രിസ്മസ് നശിപ്പിച്ചത്, അതുകൊണ്ട് നമ്മൾ എങ്ങനെയും സാന്റയെ സഹായിക്കണമെന്ന് പറഞ്ഞ് ടെഡിയും കേറ്റും സാന്റയുടെ കൂടെ തന്നെ ചെല്ലുന്നു. ഇതുകൊണ്ട് സാന്റയാണെങ്കിൽ വേറെ വഴിയില്ലാത്തതുകൊണ്ട് അവരെ കൂടെ കൂട്ടുന്നു. ശേഷം അവർ നേരെ പോകുന്നത് ഒരു ബാറിലേക്കാണ്. അവിടേക്കെത്തിയ സാന്റയാണെങ്കിൽ അവിടെ ജോലിക്ക് നിന്ന പെണ്ണിന്റെ പേരൊക്കെ പറയുകയും അവളെ പറ്റിയുള്ള ഡീറ്റെയിൽസും അവളുടെ ആഗ്രഹങ്ങളും എല്ലാം അങ്ങ് പറഞ്ഞു കൊടുക്കുകയും ക്രിസ്മസ് അപകടത്തിലാണ്, അതുകൊണ്ട് നിനക്ക് വണ്ടി ഉണ്ടെങ്കിൽ എന്റെ മാനുകളെ കണ്ടുപിടിക്കാൻ വേണ്ടി വണ്ടി തരുമോ എന്ന് ചോദിക്കുമെങ്കിലും എന്റെ കയ്യിൽ വണ്ടിയില്ല, പക്ഷേ ഞാൻ നിങ്ങൾക്ക് ടാക്സി വിളിച്ചു തരാമെന്നും പെണ്ണ് പറയുന്നുണ്ടെങ്കിലും അതിന് നമ്മുടെ കയ്യിൽ ക്യാഷ് ഒന്നുമില്ല എന്ന് സാന്റയും പറയുന്നു. ഇതോടെ പെണ്ണ് അവൾക്കന്ന് കിട്ടിയ മുഴുവൻ ക്യാഷും സാന്റയ്ക്ക് കൊടുക്കാൻ നോക്കിയതും ഇതൊന്നും വേണ്ടെന്ന് സാന്റ പറയുകയും ഞാൻ ഇവിടെയുള്ളവരോട് ഒന്ന് ചോദിച്ചു നോക്കട്ടെ എന്നും പറയുന്നു. ശേഷം അവിടെ ഇരിക്കുന്നവരോടൊക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ പറയുന്നു. ഞാനാണ് സാന്റാക്ലോസ്, എന്റെ യാത്രക്ക് ഇടക്ക് വെച്ച് എനിക്ക് എന്റെ ആനുകളെയൊക്കെ നഷ്ടമായി, അതിനാൽ ക്രിസ്മസ് അപകടത്തിലാണ്, അതുകൊണ്ട് നിങ്ങൾ എനിക്ക് നിങ്ങളുടെ വണ്ടി തന്നൊന്ന് സഹായിക്കുമോ എന്ന് ചോദിക്കുന്നുണ്ടെങ്കിലും ആരും വണ്ടി കൊടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ സാന്റാക്ലോസ് ഓരോരുത്തരുടെ അടുത്തേക്ക് പോയി അവരെ പറ്റിയുള്ള ഡീറ്റെയിൽസ് മുഴുവൻ പറയുകയും അവര് ആരോടും പറയാത്ത ആഗ്രഹങ്ങൾ വരെ ഓരോരുത്തരോടും പറയുമെങ്കിലും ആരും ഒന്നും കൊടുക്കുന്നില്ല. ഇതിനിടെ ലാരി എന്ന ഒരു പണക്കാരന്റെ അടുത്തേക്ക് പോയി അവന് വേണ്ടപ്പെട്ട ഒരു ഫോട്ടോ ഗിഫ്റ്റ് കൊടുത്തതും അയാൾ അവന്റെ വണ്ടിയുടെ ചാവി സാന്റാക്ക് കൊടുക്കാൻ നോക്കുന്നുണ്ടെങ്കിലും അയാളുടെ ഭാര്യ അതിന് സമ്മതിക്കുന്നില്ല. ഈ സമയം ബാറിന്റെ ഉടമ സാന്റയോട് ഇവിടെ നിന്നും ഇറങ്ങിപ്പോകാൻ പറഞ്ഞതും എടാ നിന്റെ പേര് ചാർലി പ്ലംബർ അല്ല, നീ വെറും ഒരു മോശപ്പെട്ട ആളാണ്, കാരണം നീ ഇപ്പൊ അടുത്ത് ഒരു ഡോഡ്ജ് ചലഞ്ചർ മോഷ്ടിച്ചിട്ടുണ്ടെന്നും പറയും. ഇത് കേട്ട ബാറുടമയാണെങ്കിൽ ആകെ ചൂടായിക്കൊണ്ട് നീ ആരാടാ അത് പറയാനെന്ന് പറഞ്ഞതും സാന്റ ടെഡിയെ നോക്കിക്കൊണ്ട് നീയും ഇങ്ങനെ കാറൊക്കെ മോഷ്ടിച്ച് കിടന്ന ഇവനെ പോലെ ആവുമെന്നും പറയുന്നു. അയാളാണെങ്കിൽ ഇതൂടെ കേട്ടതും അവരെ തല്ലാൻ വരുന്നത് കണ്ട് ആ പെണ്ണിനോട് ബൈയും പറഞ്ഞ് അവിടെ നിന്നും ഇറങ്ങുന്നു. ഓണർ ആണെങ്കിൽ അവരെ തല്ലാൻ വേണ്ടി ഓടി വരുമ്പോ പെണ്ണ് ഐസ് ക്യൂബ്സ് എടുത്ത് തറയിലേക്ക് അങ്ങ് ഇടുകയും അയാൾ തലയടിച്ച് വീഴുകയും ചെയ്യും. അങ്ങനെ പുറത്തേക്കെത്തിയ അവരാണെങ്കിൽ ഇനി എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് കരുതി നിൽക്കുമ്പോ ബാറിലെ കാർ പാർക്കിങ്ങിന്റെ സെക്യൂരിറ്റിയുടെ അടുത്ത് നിന്നും ബാറിലെ ഓണർ മോഷ്ടിച്ച കാറിന്റെ ചാവി അങ്ങ് ടെഡി എടുക്കുന്നു. സാന്റയാണെങ്കിൽ ഇത് കണ്ടതും മോനെ വണ്ടി കക്കുന്നതൊക്കെ വളരെ മോശം കാര്യമാണെന്ന് അവനോട് പറയുമെങ്കിലും ഇതാ മറ്റേ വണ്ടിയാണ്, അവൻ ഈ വണ്ടി കട്ടിട്ടാണ് ഇവിടേക്ക് കൊണ്ടുവന്നത്, അതുകൊണ്ട് നമ്മൾ നമ്മുടെ കാര്യം കഴിഞ്ഞാൽ ഇത് പോലീസിൽ ഏൽപ്പിക്കുമെന്ന് ടെഡി പറയുകയും ബാറുടമ അവരെ വീണ്ടും അടിക്കാൻ വരുന്നത് കണ്ട് കാറിൽ കയറി അവർ അവിടെ നിന്നും അങ്ങ് രക്ഷപ്പെട്ട് കളയുന്നു. സെക്യൂരിറ്റി ആണെങ്കിൽ അവര് പോകുന്നത് കണ്ടതും പേടിക്കേണ്ട ബോസേ, ഞാൻ ആ വണ്ടി കളവ് പോയിട്ടുണ്ടെന്ന് പോലീസിന് ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട് എന്നും പറയുന്നു. ഇത് കേട്ട അവനാകെ വട്ടാവുന്നുണ്ട്, കാരണം അവനാ വണ്ടി എവിടെ നിന്നോ അടിച്ചുകൊണ്ട് വന്നതാണ്. ഈ സമയം സാന്റയും പിള്ളേരും വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോ കയ്യിലുള്ള എന്തൊക്കെയോ സാധനങ്ങൾ വെച്ച് പോലീസിന്റെ റേഡിയോയിലേക്ക് സാന്റ കണക്ട് ചെയ്യുകയും അവരെന്താ പറയുന്നതെന്ന് കേൾക്കാനും തുടങ്ങുന്നു. അതിലിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവരിപ്പോ ഓടിച്ചുകൊണ്ടിരിക്കുന്ന വണ്ടി സിറ്റിയിൽ എവിടെയോ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ടെന്നും പറയുന്നു. മറ്റൊരു ഓഫീസറാണ് സൗത്ത് സൈഡിൽ വാട്ടർ ടവറിന്റെ അടുത്ത് കുറച്ച് മാനുകളെ കാണുന്നുണ്ടെന്നും പറയുന്നു. അങ്ങനെ അത് കേട്ടതും അത് എവിടെയാ സ്ഥലമെന്ന് സാന്റയ്ക്ക് മനസ്സിലാവുകയും ടെഡിയോട് വണ്ടി അങ്ങോട്ടേക്ക് കത്തിച്ച് വിടാനും പറയുന്നു. അങ്ങനെ ഒരുപാട് ദൂരം പോയതും വണ്ടി സ്ലോ ആക്കാൻ സാന്റ പറഞ്ഞുകൊണ്ട് മാനുകൾ എവിടെയാണ് ഉള്ളതെന്ന് നോക്കാനും തുടങ്ങുന്നു. അതിനിടെ കേറ്റ് മാനുകളെ കണ്ടതും അങ്ങോട്ടേക്ക് വണ്ടി എടുക്കാൻ പറയുകയും ടെഡി അങ്ങോട്ടേക്ക് വണ്ടി തിരിക്കുകയും ചെയ്യും. അങ്ങനെ അവർ മാനിന്റെ ഏകദേശം അടുത്തെത്തിയതും പോലീസ് അങ്ങോട്ടേക്ക് എത്തുന്നു. അതുകൊണ്ട് തന്നെ സാന്റ കേറ്റിനെ വിളിക്കുകയും പോലീസ് ഇവിടേക്ക് എത്തിയതുകൊണ്ട് എനിക്ക് മാനുകളെ നോക്കിപ്പോവാൻ പറ്റത്തില്ല, അതുകൊണ്ട് നീ മാനുകളെ കണ്ടുപിടിക്കണമെന്നും പറയുന്നു. ഇത് കേട്ട ടെഡി അവൾക്കങ്ങനെ ഒറ്റക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയുമെങ്കിലും അവള് മിടുക്കിയാണ്, അവളെ കൊണ്ടിത് പറ്റുമെന്നും പറഞ്ഞ് സാന്റ മാനുകളെ കണ്ടുപിടിക്കാൻ വേണ്ടി അവളെ വിടുകയും പോലീസ് അവരുടെ വണ്ടിയുടെ അടുത്തേക്ക് എത്തിയത് കണ്ട് ഉടൻ തന്നെ സാന്റയും ടെഡിയും വണ്ടിയും എടുത്ത് മാറപ്പിച്ച് വിടാൻ തുടങ്ങുന്നു. കൂടെ പോലീസും വിട്ടുകൊടുക്കാതെ പുറകെ തന്നെ പോകുന്നുണ്ട്. അങ്ങനെ ഇവിടെയാണെങ്കിൽ വാമ്പൻ ചേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കേറ്റ് ആണെങ്കിൽ മാനുകളെ നോക്കാൻ പോകുന്നതിനിടെ അവര് പോകുന്നതൊക്കെ കാണുന്നുണ്ട്. ഇതോടെ അവൾ തൊട്ടു മുന്നിലെ ഒരു വളവ് തിരിഞ്ഞതും
മുഴുവൻ മാനുകളെയും കണ്ടുപിടിക്കുകയും എന്നെ സാന്റ അയച്ചതാണ്, നിങ്ങൾ പേടിക്കണ്ടട്ടോ എന്ന് പറഞ്ഞ് അവർക്ക് അവളുടെ കയ്യിലുള്ള ക്യാൻഡി മിഠായി കൊടുത്തതും മാനുകൾ അവളുടെ അടുത്ത് തന്നെ നിൽക്കുന്നു. ഇതോടെ അവളാണേൽ അതിന്റെ പേര് നോക്കിയതും കോമറ്റ് ആണെന്ന് മനസ്സിലാവുകയും കേറ്റ് നിന്നെ ഞാൻ സാന്റയുടെ അടുത്തെത്തിക്കാമെന്നും പറയുന്നു. ഇത് കേട്ട ഉടനെ തന്നെ അത് ഇരിക്കുകയും അത് കണ്ട് അവള് അതിന്റെ മേലേക്ക് കയറിയിരുന്നതും എല്ലാ മാനും കൂടെ സാന്റയെ നോക്കി ഓടാൻ തുടങ്ങുന്നു. സാന്റയും ടെഡിയുമാണേൽ പോലീസിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി സ്പീഡിൽ പോകുമെങ്കിലും ഒരു വണ്ടിയൊക്കെ ഇടിക്കാൻ പോയതും തെറ്റിച്ച് മാറ്റി പറന്ന് മഞ്ഞിലൊക്കെ ഇടിച്ച് ജസ്റ്റ് മിസ്സിന് രക്ഷപ്പെടുന്നു. ഇതോടെ സാന്റ ഒരു കാര്യം പറയാം, നീ നിന്റെ ജീവിതത്തിൽ എന്നെങ്കിലും എന്റെ ഭാര്യ ക്ലോസിനെ കാണുവാണേൽ ഇതൊന്നും ഒരിക്കലും പറഞ്ഞേക്കല്ലേ എന്ന് പറയുന്നു. അപ്പോഴേക്കും പോലീസ് അങ്ങോട്ടേക്ക് എത്തുകയും അവരോട് രണ്ടുപേരോടും കൈയും പൊക്കിക്കൊണ്ട് വണ്ടിയിൽ നിന്നും പുറത്തേക്കിറങ്ങാൻ പറഞ്ഞതും അവരുടെ രണ്ടുപേരുടെയും പേരൊക്കെ വിളിച്ചുകൊണ്ട് സംസാരിക്കുന്നുണ്ടെങ്കിലും അവര് അതൊന്നും കേൾക്കാതെ നിങ്ങളെ ഞാൻ അറസ്റ്റ് ചെയ്യാൻ പോവുകയാണെന്നും പറയുന്നു. പക്ഷേ ഞങ്ങൾ ഈ കാറ് മോഷ്ടിച്ചിട്ടില്ല, നമ്മളിത് സ്റ്റേഷനിലേക്ക് എത്തിക്കാനാണ് നോക്കിയതെന്ന് പറയുന്നുണ്ടെങ്കിലും വണ്ടി നശിപ്പിച്ചിട്ടാണോ സ്റ്റേഷനിലേക്ക് എത്തിക്കുന്നത്, അതിന് ഞാൻ എന്റെ കുട്ടിച്ചാത്തന്മാരെ വിട്ട് അത് ശരിയാക്കി തരാമെന്ന് പറഞ്ഞത് കേട്ട് ഇത് കുറച്ച് മാട്ട് കേസാണെന്ന് പോലീസിന് തോന്നുകയും ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യാനെന്ന് നോക്കുന്നു. പക്ഷേ ടെഡിയത് തടഞ്ഞുകൊണ്ട് ഇതൊക്കെ എന്റെ തെറ്റാണ്, ഞാനാണ് വണ്ടി മോഷ്ടിച്ചതെന്ന് പറഞ്ഞതും നിന്റെ ആരാണ് ഇവനെന്ന് പോലീസ് ചോദിക്കുന്നു. ഇതോടെ ആദ്യമൊക്കെ ഉരുളുമെങ്കിലും ഇത് സാന്റാക്ലോസ് തന്നെയാണെന്ന് പറയുന്നത് കേട്ട് അപ്പോ നിന്റെ വീട് എവിടെയാണ്, ഞാൻ മസച്യൂസെറ്റ്സ് ആണെന്നും ടെഡി പറയുന്നു. അപ്പോ ഇയാള് നിന്നെ 1000 കിലോമീറ്ററിലധികം യാത്ര ചെയ്ത് ഇവിടെ വരെ എത്തിച്ചോ എന്ന് പറഞ്ഞ് ആകെ ചൂടാവുന്നത് കണ്ടതും ഇതൊന്നും എന്റെ തെറ്റല്ല എന്ന് സാന്റ പറയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും സാന്റയെ അവർ പിടിച്ച് വണ്ടിയിലേക്ക് കയറ്റാൻ നോക്കുന്നു. എന്നാൽ ഈ സമയം തന്നെ കേറ്റ് മാനുകളുമായി അങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുവാണ്. പക്ഷെ അവൾ അതിൽ നിന്നും വീഴാനും നോക്കുന്നുണ്ട്. ഇത് കണ്ട സാന്റ മാനുകളെ നിർത്താൻ റോഡിലേക്ക് പോകാൻ നോക്കിയതും പോലീസുകാര് അതിന് വിടുന്നില്ല. അതുകൊണ്ട് തന്നെ സാന്റ അവന്റെ കയ്യിലുള്ള ട്രാക്കർ ടെഡിക്ക് കൊടുത്തുകൊണ്ട് എന്റെ ഗിഫ്റ്റുകളുള്ള ചാക്ക് നീ കണ്ടുപിടിക്കണമെന്നും പറയുന്നു. ഇത് കേട്ട ഉടനെ തന്നെ ടെഡി മാനുകളുടെ ഒപ്പം തന്നെ ഓടി ഓടി അതിന്റെ മേലേക്ക് അങ്ങ് കയറിയിരിക്കുന്നു. പോലീസാണെങ്കിൽ രണ്ടുപേരെയും താഴെ ഇറക്കാൻ വേണ്ടി പുറകെ തന്നെ ഓടുകയാണ്. ഇതിനിടെ ടെഡി വീഴാൻ പോയ കേറ്റിനെ നേരെ ഇരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ തുടങ്ങുന്നു. പക്ഷേ മുന്നിലും ഇപ്പോൾ പോലീസ് എത്തിയത് സാന്റ കണ്ടതും പോലീസിന്റെ കയ്യിൽ നിന്നൊക്കെ വെട്ടിച്ചോടി ജിംഗിൾ ബെൽസ് എന്ന് മാനുകളോട് പറയാൻ പറയുന്നു. അങ്ങനെ അവർ രണ്ടുപേരും അത് പറഞ്ഞതും മാനുകള് മുകളിലോട്ട് പറക്കാൻ തുടങ്ങുകയും അവര് പറന്ന് അതിലൂടെ അങ്ങ് പോകുന്നു. പക്ഷേ ഒരു പോലീസുകാരൻ മാത്രമേ അത് കണ്ടിട്ടുള്ളൂ. ആ കണ്ട പോലീസുകാരൻ വട്ടനെ പോലെ അത് അവരോടൊക്കെ പറയുമെങ്കിലും അവര് നോക്കുന്നതിന് മുന്നേ മാനുകൾ പറന്ന് പോയിരിക്കുകയാണ്. മറ്റേ പോലീസുകാരനാണെങ്കിൽ സാന്റയെ ഹാൻഡ്കഫും ഇട്ട് വണ്ടിയിലേക്ക് കൊണ്ടുപോകുന്നു. കേറ്റും ടെഡിയുമാണെങ്കിൽ ഒരുപാട് ദൂരം സന്തോഷത്തോടെ മാനിന്റെ മേലെ ഇരുന്ന് പറന്നതും സാന്റ ടെഡിക്ക് കൊടുത്ത ട്രാക്കർ അടിയാൻ തുടങ്ങുന്നു. അതോടെ അവർക്ക് ഇവിടെ എവിടെയോ ഗിഫ്റ്റിന്റെ ചാക്ക് വീണിട്ടുണ്ടെന്ന് മനസ്സിലാവുകയും അവര് താഴേക്ക് മാനിനെ ഇറക്കിക്കൊണ്ട് തപ്പാമെന്നും പറയുന്നു. അങ്ങനെ മാനിനെ താഴെ ഇറക്കിയ ശേഷം അവർ ഗിഫ്റ്റിന്റെ ചാക്ക് തേടി കണ്ടുപിടിക്കാൻ പോവുകയാണ്. എന്നാൽ ഈ സമയം അവർ ഒരു പള്ളിയുടെ അടുത്തൂടെ പോയതും അവരുടെ അച്ഛന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പള്ളിയിൽ നിന്നും കേൾക്കുന്നു. ഇത് കേട്ട അവർക്കാണെങ്കിൽ ആകെ വിഷമമാവുകയും അവർ രണ്ടുപേരും അവിടെ ഇരുന്ന് പരസ്പരം സംസാരിക്കാനും തുടങ്ങുന്നു. ഇതിനിടെ ടെഡിയാണേൽ നിന്റെ ചേട്ടനായ ഞാൻ വളരെ മോശം ആളാണെന്ന് നിനക്ക് തോന്നിയിട്ടുണ്ടാവും, കാരണം അങ്ങനെയാണ് നിന്നോട് ഞാൻ നിന്നതെന്നൊക്കെ ടെഡി പറയുമെങ്കിലും നീ നല്ല ഒരു ചേട്ടനായിരുന്നു എന്ന് പറഞ്ഞ് കേറ്റ് അവനെ ആശ്വസിപ്പിക്കുന്നു. ഈ സമയം സാന്റ കൊടുത്ത ട്രാക്കർ വീണ്ടും കത്താൻ തുടങ്ങിയതും അത് കത്തുന്ന ഡയറക്ഷനിലേക്ക് അവര് ഗിഫ്റ്റിന്റെ ചാക്ക് നോക്കി പോകുന്നു. പിന്നീട് കാണിക്കുന്നത് സാന്റാക്ലോസിനെയാണ്. പോലീസുകാരാണെങ്കിൽ സാന്റയെ പിടിച്ചുകൊണ്ട് നിന്റെ പേരെന്താണെന്ന് എത്ര തവണ ചോദിച്ചിട്ടും എന്റെ പേര് സാന്റാക്ലോസ് ആണെന്നാണ് പറയുന്നത്. പക്ഷേ പോലീസുകാരനാണെങ്കിൽ എത്ര തവണ ചോദിച്ചിട്ടും പറയാത്തോണ്ട് ആകെ ചൂടായതും സാന്റ ഒരുപാട് കളിപ്പാട്ടങ്ങൾ എടുത്ത് അവന്റെ ടേബിളിലേക്ക് അങ്ങ് വെക്കുന്നു. ഞങ്ങൾ നിങ്ങളെ ചെക്ക് ചെയ്താണല്ലോ, പിന്നെ എങ്ങനെ നമ്മുടെ സെക്കൻഡ് ഞങ്ങളുടെ അടുത്ത് വന്നു എന്ന് പോലീസ് ചോദിച്ചതും അതല്ലേ ഞാൻ പറഞ്ഞത്, ഞാനാണ് യഥാർത്ഥ സാന്റാക്ലോസ്. പിന്നെ ഈ ടോയ്കൾക്കൊക്കെ ഒരു പ്രത്യേകത ഉണ്ട്, ഇതൊക്കെ നീ ചെറുപ്പത്തിൽ ആഗ്രഹിച്ച കളിപ്പാട്ടങ്ങളാണെന്ന് സാന്റ പറഞ്ഞതും എന്നാ പറ ഞാനിപ്പോ എന്താണ് ആഗ്രഹിക്കുന്നത് എന്ന് പോലീസുകാരൻ ചോദിച്ചത് കേട്ട് നീ ഇപ്പോ ആഗ്രഹിക്കുന്നത് നിന്റെ പിരിഞ്ഞുപോയ ഭാര്യയായ ലിസയെയാണ്. പിന്നെ അവളിപ്പോ പിരിഞ്ഞുപോയിട്ട് കുറച്ച് വർഷങ്ങളെ ആയിട്ടുള്ളൂ, അതുകൊണ്ട് തന്നെ നീ ഒരു കോള് ചെയ്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ എന്ന് സാന്റ പറയുമെങ്കിലും നിങ്ങൾ എന്തുതരം മനുഷ്യനാണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ നിങ്ങൾ ആ കാറ് മോഷ്ടിക്കുകയും ചെയ്തു, ആ ചെറിയ പയ്യനെ നിങ്ങൾ കിഡ്നാപ്പും ചെയ്തു, അതുകൊണ്ട് നിങ്ങളെ ഞാൻ വിട്ടയക്കില്ല എന്ന് പോലീസ് പറയുന്നത് കേട്ട് എടാ ക്രിസ്മസ് തീരാൻ ഇനി കുറച്ച് സമയം കൂടെ മാത്രമേ ബാക്കിയുള്ളൂ, അതിനു മുന്നേ ബാക്കിയുള്ള പിള്ളേർക്ക് കൂടെ എനിക്ക് ഗിഫ്റ്റ് കൊടുക്കണമെന്ന് സാന്റ പറയുന്നുണ്ടെങ്കിലും പോലീസ് സാന്റയെ ജയിലിലേക്ക് അടക്കുകയും നിങ്ങൾ മെന്റലിസ്റ്റോ അല്ലെങ്കിൽ മെജീഷ്യനോ എന്തോ ആണ്, ഇതൊക്കെ നമ്മൾ കുറെ കണ്ടതാണെന്നും പറഞ്ഞ് അവിടെ നിന്നും കളയുന്നു. കേറ്റും ടെഡിയുമാണെങ്കിൽ ഒരുപാട് നോക്കി ഒരു മരത്തിന്റെ മേലെയായി സാന്റയുടെ ഗിഫ്റ്റിന്റെ ചാക്ക് കണ്ടുപിടിക്കുന്നു. അങ്ങനെ അത് കണ്ടതും ടെഡി അത് മരത്തിന്റെ മേലെ കയറിക്കൊണ്ട് താഴേക്ക് തള്ളിയിടുന്നു. എന്നാൽ അവൻ തിരിച്ചിറങ്ങുന്നതിന് മുന്നേ കേറ്റ് അത് എടുത്തുകൊണ്ട് ഹലോ സാന്റ അപകടത്തിലാണ്, സാന്റയുടെ കുട്ടിച്ചത്തന്മാര് ഇതിലുണ്ടോ എന്ന് അവൾ ചോദിക്കുമെങ്കിലും ആരെയും അവിടെ കാണാത്തത് കണ്ട് അവൾ ഉള്ളിലേക്ക് കയറുകയും അതിൽ നിന്നും ഉള്ളിൽ
ഉള്ളിലേക്ക് പോകുന്നതായി ടെഡി കാണുകയും ചെയ്യുന്നു. ഇത് കണ്ട ടെഡിയാണേൽ പെട്ടെന്ന് തന്നെ ചാടിക്കൊണ്ട് അതെടുത്ത് ഉള്ളിലേക്ക് കയറാൻ നോക്കുമെങ്കിലും അതിനു മുന്നേ കുറച്ച് ഗുണ്ടകൾ അവനെ പിടിക്കുകയും ബാഗിങ് തന്നിട്ട് നീ പൊക്കോ എന്നും പറയുന്നു. പക്ഷേ ടെഡി അത് തരില്ല എന്ന് പറഞ്ഞതും നീ ഞങ്ങളോട് കളിക്കാറായോ എന്നും പറഞ്ഞ് അവനെയും കൂടെ എടുത്തുകൊണ്ടങ്ങ് പോകുന്നു. വീഡിയോയുടെ ദൈർഘ്യം കൂടിയതിനാൽ ആദ്യ പാർട്ട് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. രണ്ടാമത്തെ പാർട്ടുമായി ഉടൻ കാണാമെന്ന പ്രതീക്ഷയിൽ ബൈ ഫ്രം ആർ.